നിശ്ചയം കഴിഞ്ഞിടം തൊട്ടേ അവൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അന്നേരം കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നിശ്ചയം കഴിഞ്ഞവൻ ഫോൺ വിളിക്കുമായിരുന്നു. അപ്പം ഫോൺ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞ് ബാത്റൂമിലാണെങ്കിലോ കുളിക്കാൻ കയറുവാണെങ്കിലോ അന്നേരം ആ സ്പോട്ടിൽ എടുത്തോണം ഫോണ്. അല്ലേ അന്നേരം വഴക്കാം. ഞാൻ എപ്പം വിളിച്ചാലും എനിക്ക് കിട്ടണമല്ല ഇനി എന്നവൻ പറയും. അങ്ങനെ എൻ്റെ കുഞ്ഞ് ചോറുണ്ണാൻ പോലും സമ്മതിക്കാതെ ഫോൺ വിളിച്ചാൽ അവൻ വെക്കത്തില്ല. അന്നോട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇരുന്നേത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. പലവട്ടവും നിശ്ചയം കഴിഞ്ഞിട്ട് മോതിരം ഊരി കൊടുത്തതാ. വേണ്ട, ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അവരുടെ അമ്മ വരും, തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ കിണറ്റിൽ ചാടി ഞങ്ങളുടെ കിണറ്റിൽ ചാടി ചാവുമെന്നും പറഞ്ഞു. അന്നേരമൊക്കെ എല്ലാവരുടെയും കാല് പിടിച്ച് അവർ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ കുഞ്ഞ് ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചത്. എൻ്റെ വീട്ടുകാരെല്ലാം എതിർത്ത് ഈ കല്യാണത്തിന്. കാരണം എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്തായിരുന്നു അവരുടെ അമ്മയുടെ കുടുംബ വീട്. അതുകൊണ്ട് അവരുടെ ഫാമിലി നമുക്ക് പണ്ടേ അറിയാം. അത് വെച്ച് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മാവന്മാരും കുഞ്ഞമ്മമാരും ഒക്കെ പറഞ്ഞ് ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ അവിടെ അയക്കരുതെന്ന് ആ ഫാമിലിയിലോട്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് പറയുമ്പം കുഞ്ഞുങ്ങൾ അവർക്ക് ഒരു കാറോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാറോ ഇതൊക്കെ കാണും. പെൺകുഞ്ഞുങ്ങളില്ലേ, അവരന്നേരം മനസ്സാലെ വിചാരിക്കുമായിരിക്കും, എന്തോ നമുക്കറിയത്തില്ല. അങ്ങനെ അവനെ കണ്ട അന്ന് വലിയ കുഴപ്പമില്ല, വിദ്യാഭ്യാസമുണ്ട്, പിന്നെ എൻജിനീയറാണെന്നൊക്കെ ബയോഡേറ്റയൊക്കെ കാണിച്ച അന്നേരം എൻ്റെ കുഞ്ഞ് അങ്ങനെ താല്പര്യപ്പെട്ടതായിരിക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമമായിരുന്നു. അവൻ നമുക്കൊരു സന്തോഷവും ഒരിക്കലും തന്നിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞ് 2 ദിവസം സ്നേഹം വന്നേ പിന്നെ 3ൻ്റെ നടിയാണ്. അപ്പോഴെല്ലാം നമ്മൾ മാനസികമായിട്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കോടതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞ കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തത്. നേരിട്ട് കോടതി കൊടുത്ത്, സ്റ്റേഷനിൽ കൊടുക്കാതെ നേരിട്ട് കോടതി കൊടുത്ത് വക്കീലന്മാരെ ഇടപെടുത്തി. എന്നാലെങ്കിലും ബന്ധം ഒഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്ത്. പിന്നെയും അവൻ ബ്രെയിൻ വാഷ് ചെയ്ത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല, ഞാൻ നീ എവിടാന്ന് വെച്ചാൽ അവിടെ തേടി പിടിച്ച് നിന്നെ കുത്തിക്കൊന്നിട്ട് ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്ത്. അന്നേരമൊക്കെ അവൾക്കും പേടിയാണ്. അന്നേരം ബന്ധം ഒഴിഞ്ഞാൽ അവൻ അവിടെ വന്ന് അവളെ കൊല്ലുമെന്നൊക്കെയുള്ള കുഞ്ഞിനും പേടിയാണ്. കല്യാണം കഴിഞ്ഞ് അവന് ഞങ്ങളോട് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല. അമ്മയുടെ മോളെ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, സ്വർണവും പണവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആലോചന വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു വീട് വെച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അതിനു വേണ്ടി നാളായില്ല, ഈ ബന്ധം തെറ്റിപ്പിരിയാൻ വേണ്ടി ഇച്ചിരി ബാധ്യതയുണ്ടെന്നും പറഞ്ഞു വീട് വെച്ചതിന്. എന്നാലെങ്കിലും ഒരു വേണ്ട, തെറ്റിപ്പിരിഞ്ഞോട്ടെന്ന് കണക്കാക്കി നമ്മൾ കള്ളം പറഞ്ഞതാണ്. അന്നേരം അവർ പറഞ്ഞു അമ്മയുടെ മോളെ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, പൊന്നും പണവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അവിടെ വസ്തുക്കൾ കിടപ്പുണ്ട്, എൻ്റെ അച്ഛൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് 3 മക്കൾക്കുവാ, അതുകൊണ്ട് അമ്മയുടെ മോളെ മാത്രം തന്നാൽ മതി, അമ്മയുടെ മോളെ തന്നില്ലേ ഞാൻ കട്ടുകൊണ്ട് പോകുമെന്ന് വരെ പറഞ്ഞവൻ. ഷാർജ അവിടെ പോയി നിൽക്കത്തില്ലെന്ന് പറഞ്ഞല്ല, ഞങ്ങളല്ല, അവിടെ അച്ഛനും അമ്മയല്ലേ, അപ്പോൾ നമ്മളങ്ങനെ വിലക്കിയില്ല. അപ്പോൾ കുഞ്ഞ് തന്നെ ആദ്യം ഒരു വട്ടം കുഞ്ഞിനെ 3 മാസത്തേക്ക് കൊണ്ടുപോയതായിരുന്നു. അന്ന് അവിടെ ചെന്ന് എൻ്റെ മോളെ ഉപദ്രവിക്കുന്ന എൻ്റെ പൊടി കുഞ്ഞ് കണ്ട് അങ്ങനെ എന്നെ ഫോൺ വിളിക്കും, വീഡിയോ കോളിൽ നാട്ടിലോട്ട്. എന്നെ തുളസിയമ്മയെന്നാണ് വിളിക്കുന്നത്, അമ്മുമ്മയെന്ന് വിളിക്കത്തില്ല. അപ്പോൾ തുളസിയമ്മയെ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് എത്രയും പെട്ടെന്ന് തുളസിയമ്മയെ കാണണം, കുഞ്ഞായെ കാണണം, എനിക്ക് അവിടെ നിൽക്കുകയേ വേണ്ട ഫ്ലാറ്റിൽ, ഞാനിഞ്ഞ് പോരുക, അച്ഛനെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കും എന്നൊക്കെ കുഞ്ഞ് പറയുമ്പോഴൊക്കെ നമ്മളിവിടെ സങ്കടപ്പെടുക. ഇവിടെ ഫോൺ വിളിച്ചിട്ട് പറയും, എൻ്റെ മോളെ നീ ഇഞ്ഞ് വാടി, ദുബായിലൊന്നും പോയി നീ നിൽക്കണ്ട, നാട്ടിൽ വാ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ നീ എന്തെങ്കിലും PSC പഠിക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കുഞ്ഞ് വരട്ടെന്നും ചൊല്ലി നമ്മൾ സഹിക്കാൻ വയ്യാഞ്ഞ് പറഞ്ഞിട്ട് മോളെ നീ ബന്ധം ഒഴിഞ്ഞ് നിനക്ക് വേറെ ഒരു 2ാം കെട്ടുകാരെയെങ്കിലും കിട്ടും, നീ ഇഞ്ഞ് വാ എന്ന് വരെ വരാൻ വേണ്ടി അങ്ങനെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മരിക്കുന്നതിൻ്റെ 3 ദിവസത്തിന് മുമ്പ് എൻ്റെ മോളെന്നെ വിളിച്ച് ഈ അടയാളങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ നീ പെൺവർഗത്തിന് തന്നെ നാണക്കേടില്ലയോടി, ഇന്നത്തെ കാലത്ത്
21-ാം നൂറ്റാണ്ട് ഏതെങ്കിലും പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ അടിയിടിയും കൊണ്ട് ജീവിക്കുമോ കുഞ്ഞെ? നീ അവനെ വേണ്ടാന്നും പറഞ്ഞ് അവൻ കേൾക്കുകയാ പറഞ്ഞത്. വേണ്ടാന്നും പറഞ്ഞ് നീ അവനെ കളഞ്ഞിട്ട് വാ മക്കളെ, നിനക്കൊരു പെൺകുഞ്ഞില്ലയോ, അതിന് അമ്മയില്ലാതാക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അവൻ അന്നേരം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നെഞ്ചോട് ചേർത്തൊരു ഫോട്ടോ ഇട്ടിട്ട് അവൻ സ്നേഹപ്രകടനമൊക്കെ കാണിച്ചു. അപ്പം ഞാൻ പിന്നെ മോളെ വിളിച്ച്, എന്തിനാടി കുഞ്ഞെ നീ ഫോട്ടോ ഇട്ട് നാട്ടുകാരെ കാണിക്കുന്നത്, ഇതൊരു നാണക്കേടാ. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഇപ്പം കുഴപ്പമില്ല, എന്നോട് സ്നേഹമായി, ഇപ്പം വഴക്കില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങി അവന് 24 മണിക്കൂർ സാധാ മദ്യപാനമല്ല, അവൻ കൂടിയ വിലയുള്ള മദ്യമൊക്കെ എടുത്ത് അവന് ഇച്ചിരിയും മണിയല്ല കുടിക്കുന്നത്. അവന് ലഹരി ഇത് കെടുന്നിടം വരെ, ബോധം കെടുന്നിടം വരെ അവൻ കുടിക്കും. കുടിച്ചിട്ട് പിന്നെ നിസ്സാര കാര്യത്തിന് എൻ്റെ കുഞ്ഞിനെ അങ്ങ് ഉപദ്രവമാണ്. ഒരു സാധനം എവിടെങ്കിലും വെച്ചാൽ അതെന്താ അവിടെ വെച്ചേ എന്നും പറഞ്ഞായിരിക്കും അതിനെ ഉപദ്രവിക്കുന്നത്.